പ്രിയമുള്ളവരെ, നിങ്ങൾക്കേവർക്കും ബിൽഡ് വിത്ത് സെയ്ദ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളെയും കേരളത്തിലെ കെട്ടിട നിർമ്മാണ രീതികളെയും പറ്റി നമ്മുടെ സാധാരണക്കാരായ മലയാളികൾക്ക് മനസ്സിലാകുന്ന ലഘൂകരിച്ച രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ മേഖലയിൽ കുറച്ച് നാളായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിൽ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പലർക്കും ഒരു ബാലികേറ മലയായി തോന്നാറുണ്ട്. പക്ഷേ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങളാണ്. കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുണ്ട്, അത് നമുക്ക് ആവശ്യം വരുന്നില്ല. നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് വേണ്ടി വരുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവാവുന്നതേ ഉള്ളൂ. പക്ഷേ അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാനോ അല്ലെങ്കിൽ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാനോ ഉള്ള ഒരു ഇതുണ്ടായാൽ മാത്രം മതി, മനസ്സുണ്ടായാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് അടിസ്ഥാനപരമായ അളവുകളെ പറ്റി ഒന്ന് സംസാരിക്കാം. അഥവാ ഒരാൾ ഒരു കെട്ടിടം പണിയുന്നു. ഇപ്പം നമ്മളൊരു കെട്ടിടം പണിയുന്നു. നമ്മൾ നിത്യജീവിതത്തിൽ കേൾക്കേണ്ടി വരുന്ന കുറച്ച് വാക്കുകളായിരിക്കും സ്ക്വയർ ഫീറ്റ്, സ്ക്വയർ മീറ്റർ, അതുപോലെ തന്നെ ക്യൂബിക് അടി, ഇത്ര അടി മെറ്റലാണ് നമ്മുടെ സൈറ്റിൽ കൊണ്ടുവന്നിട്ടത്, അല്ലെങ്കിൽ ഇത്ര അടി മണലാണ്, അല്ലെങ്കിൽ എംസാൻഡാണ് നമ്മുടെ സൈറ്റിൽ കൊണ്ടുവന്നിട്ടത്, അല്ലെങ്കിൽ ഇത്ര ലോഡ് കല്ല്, ഒരു ലോഡ് കല്ല് എത്ര അടിയാണ് കൊണ്ടുവരുന്നത് എന്നുള്ളതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഈ അളവുകളെ പറ്റി ഒന്ന് മനസ്സിലാക്കാം. ഒരു സ്ക്വയർ ഫീറ്റ്, ഒരു സ്ക്വയർ മീറ്റർ. സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നതിൻ്റെ മലയാളം ചതുരശ്ര അടി എന്നാണ്. അതുപോലെ തന്നെ ഒരു സ്ക്വയർ മീറ്റർ എന്ന് പറയുന്നതിൻ്റെ മലയാളം ചതുരശ്ര മീറ്റർ എന്നാണ്. അപ്പോൾ എന്താണ് ഒരു ചതുരശ്ര അടി അഥവാ സ്ക്വയർ ഫുട്ട് എന്ന് പറഞ്ഞാൽ? അത് ഒരു അളവാണ്. നീളം ഗുണം വീതി വിസ്തീർണം, ഇതാണ് ആ അളവ്. മനസ്സിലായോ? എന്ന് വെച്ചാൽ ഒരടി നീളം ഗുണം ഒരടി വീതി. ആ ഒരടി എന്ന് പറയുന്നത് 30.48 അഥവാ 30.48 സെൻറ്റിമീറ്ററാണ് ഒരടി നീളം എന്ന് പറയുന്നത്. അപ്പോൾ 30.48 ഗുണം 30.48 സെൻറ്റിമീറ്റർ സ്ക്വയർ അഥവാ ചതുരശ്ര സെൻറ്റിമീറ്റർ സ്ക്വയർ. അതാണ് ഈ പറയുന്ന ഒരു സ്ക്വയർ ഫീറ്റ് അഥവാ ചതുരശ്ര അടി അളവ് എന്ന് പറയുന്നത്. ഒരു ചതുരശ്ര മീറ്റർ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ 1 മീറ്റർ ഗുണം 1 മീറ്റർ വീതി 10.25 ചതുരശ്ര അടിയാണ് ഒരു സ്ക്വയർ മീറ്റർ എന്ന് പറയുന്നത്. നമുക്ക് പെട്ടെന്ന് പറയും. അതിൻ്റെ കൃത്യമായ അളവ് എന്ന് പറയുന്നത് ഒരു ചതുരശ്ര മീറ്റർ എന്ന് പറയുന്നത് 10.76 സ്ക്വയർ ഫീറ്റ് ചേരുന്നതാണ് ഒരു ചതുരശ്ര മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീട് എത്ര സ്ക്വയർ ഫീറ്റ് അളവാണെന്നല്ലേ സാധാരണ നമ്മൾ പറയാറുള്ളത്. അപ്പോൾ നമ്മൾ പക്ഷേ സർക്കാരിൽ ബിൽഡിംഗ് പെർമിറ്റിന് ഫീസ് അടയ്ക്കുന്നതെല്ലാം ചതുരശ്ര മീറ്ററിലുള്ള അളവിനായിരിക്കും അടയ്ക്കുന്നത്. 80 ചതുരശ്ര മീറ്റർ വരെയുള്ള അളവുകളുള്ളവർക്ക് വളരെ കുറഞ്ഞ ഫീസ് മാത്രമേ ബിൽഡിംഗ് പെർമിറ്റ് ഫീസായിട്ട് അടയ്ക്കേണ്ടി വരുന്നുള്ളൂ. ആ 80 ചതുരശ്ര മീറ്റർ അളവ് എന്ന് പറയുന്നത് 860 സ്ക്വയർ ഫീറ്റാണ്. അഥവാ 80 ഗുണം 10.76 എന്ന് പറയുന്ന കണക്കാണ് അത്. അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീടാണ് പണിയുന്നത് എങ്കിൽ അത് എത്ര ചതുരശ്ര മീറ്റർ ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആ 1000 ഉണ്ടല്ലോ, ആ 1000നെ 10.76 കൊണ്ട് ഭാഗിക്കണം. അപ്പോൾ കിട്ടുന്ന അളവാണ് എത്ര ചതുരശ്ര മീറ്റർ എന്നുള്ളത്. അത് ഏകദേശം ഒരു 92.33 ചതുരശ്ര മീറ്റർ ഒക്കെ ആവാനാണ് സാധ്യത. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ പൈസ കൊടുത്ത് നിങ്ങളുടെ സൈറ്റിൽ എംസാൻഡ് ഇറക്കുന്നു, മെറ്റൽ ഇറക്കുന്നു. ചിലപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ വാർപ്പിൻ്റെ സമയത്ത് നിങ്ങൾ കരാറായിട്ടാണ് പണി കൊടുത്തിരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എടുത്തിരിക്കുന്ന ആ കരാർ തൊഴിലാളി ലേബർ കോൺട്രാക്റ്റ് കൊടുത്തിരിക്കുന്ന മേശരി ചിലപ്പം പറയും, സാറേ നമുക്കൊരു 350 അടി മെറ്റൽ വേണം. അപ്പം നിങ്ങൾ സാധാരണ നമ്മുടെ നാട്ടിൻപുറത്ത് അല്ലെങ്കിൽ നമുക്ക് സാധാരണ ചെറിയ ടിപ്പർ 150 അടി ടിപ്പറാണ് അവർ പറയാറുള്ള കണക്ക്. നിങ്ങളങ്ങനെ കണക്ക് നോക്കി 2 ടിപ്പർ അളവ് കണക്ക് കൂട്ടി 2 ടിപ്പർ സാധനം ഇറക്കി. അപ്പം 150 300, പിന്നെ ഒരു 50 കൂടെ മതി. നിങ്ങൾ ആ 150ൻ്റെ അടുത്ത വണ്ടി ഇറക്കിയാൽ 450, ഒരു 100 അടിയോളം നിങ്ങൾക്ക് വേസ്റ്റായിപ്പോവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു?
നാട്ടിലെ ഒരു ചെറിയ പിക്കപ്പുകാരനോട് പറഞ്ഞു, മോനെ എനിക്ക് ഒരു 50 അടി മെറ്റലും കൂടെ വേണം വാർപ്പിന്. അപ്പോൾ ആ പുള്ളി ഒരു 50 അടി മെറ്റൽ, അദ്ദേഹത്തിൻ്റെ പിക്കപ്പ് പോകാൻ 50 അടി സാധനം കൊണ്ടുവരാനുള്ള ഇതായിരുന്നു. അങ്ങനെ 350 അടി സാധനം കൊണ്ടുവന്ന് വെച്ചു. പക്ഷേ വാർപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു, ഏകദേശം കുറച്ച് സ്ഥലം കൂടെ തീരാനുണ്ട്. ആ സമയമായപ്പോഴത്തേക്കും നിങ്ങളുടെ മെറ്റൽ തീരാറായി. നിങ്ങൾ പക്ഷേ സാധനം കൃത്യമായിട്ട് പൈസ കൊടുത്ത് ഇറക്കുകയും ചെയ്തതാണ്. ആ സമയത്ത് നിങ്ങൾ മൊത്തത്തിൽ അങ്കലപ്പായി. പിന്നെ എവിടുന്നേലുമൊക്കെ സാധനം, കാരണം വാർപ്പിന് കോൺക്രീറ്റ് അങ്ങനെ തുറന്നു വയ്ക്കാൻ പറ്റത്തില്ലല്ലോ, അരമണിക്കൂർ സെറ്റായി തുടങ്ങുന്ന സാധനമാണ്. അപ്പോൾ നിങ്ങൾ അപ്പുറത്തെ ഇപ്പുറത്തേക്ക് അറിയാവുന്ന ആൾക്കാരത്തൊക്കെ ചോദിച്ച് സാധനം ഉള്ളിടത്ത് ഓടിപ്പോയി ഈ വണ്ടിക്കാരനെ വിട്ട്, അല്ലെങ്കിൽ അറിയാവുന്നൊരു വണ്ടി വിളിച്ച് ഒരു പെട്ടി ഓട്ടോയോ പിക്കപ്പോ വെച്ച് സാധനം കൊണ്ടുവന്ന് നിങ്ങൾ ഈ സാധനം കോൺക്രീറ്റിനവിടെ പൂർത്തീകരിക്കുന്നു. ഇവിടെ എന്താണ് നിങ്ങൾക്ക് പറ്റിയത്? നിങ്ങൾ 150 അടിയുടെ 2 വണ്ടി പറയുകയും 50 അടിയുടെ സാധനം, ഈ മേശരി പറഞ്ഞ 350 അടി സാധനം നിങ്ങൾ ഇറക്കിയതല്ലേ? നിങ്ങൾക്ക് പിന്നെ എവിടെയാണ് തെറ്റ് പറ്റിയത്? അതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ 150 അടിയുടെ ടിപ്പർ ഉണ്ടായിരുന്നല്ലോ, ആ 150 അടി ടിപ്പർ വണ്ടിയിൽ ഈ പറയുന്ന അളവ് സാധനമില്ലായിരുന്നു. അത് തന്നെയാണ് സംഭവിച്ചത്. അദ്ദേഹം 150 അടിയുടെ പൈസ നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ചു, പക്ഷേ നിങ്ങൾക്ക് കൊണ്ടുവന്ന സാധനം അത്രയും ഇല്ലായിരുന്നു. അതെങ്ങനെ മനസ്സിലാക്കാം? ഈ 150 അടി എന്ന് പറയുന്നത് അതൊരു വോളിയമാണ്. മറ്റേത് വിസ്തീർണം പറഞ്ഞതുപോലെ ഇത് ഘന അടി എന്ന് പറയും. നീളം ഗുണം വീതി ഗുണം പൊക്കം, അതാണ് ആ അളവ്. ക്യൂബിക് അടി എന്ന് പറയും, അല്ലെ ക്യൂബിക് മീറ്റർ എന്ന് പറയും. നമ്മൾ മുമ്പേ പറഞ്ഞ അളവ് പോലെ തന്നെ ഒരു ക്യൂബിക് അടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഘന അടി എന്ന് പറയുന്നത് 1 അടി നീളം ഗുണം 1 അടി വീതി ഗുണം 1 അടി പൊക്കമാണ്. അപ്പോൾ ഒരു ക്യൂബിക് മീറ്ററോ 1 മീറ്റർ നീളം ഗുണം 1 മീറ്റർ വീതി ഗുണം 1 മീറ്റർ പൊക്കമാണ്. അങ്ങനെ 35.32 ക്യൂബിക് അടി ഘന അടി ചേരുന്നതാണ് ഒരു ക്യൂബിക് മീറ്റർ എന്ന് പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ കൊണ്ടുവരുന്ന സാധാരണ ടിപ്പർ ഡ്രൈവർമാർ അങ്ങനെയുള്ളവർ ഇങ്ങനെയുള്ളൊരു അബദ്ധം അല്ലെങ്കിൽ നമ്മളൊരു പറ്റിക്കുന്ന ആൾക്കാരല്ല. അങ്ങനെ ഒരു സംശയം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ടിപ്പർ സാധനം നമുക്ക് ഇറക്കി കഴിയത്തില്ലേ, ഇവരതിൻ്റെ ബാക്ക് സൈഡ് പൊക്കി നമുക്ക് നമ്മുടെ സൈറ്റിൽ ഇത് അൺലോഡ് ചെയ്ത് കഴിഞ്ഞ് ഇതവർ തിരിച്ച് ചെയ്ത് അവർ ചിലപ്പോൾ ഒന്ന് ക്ലീനൊക്കെ ചെയ്യും. ആ സമയത്ത് നിങ്ങൾ ഒരു സഹായിയുടെ കൂടെ കയറി അതിൻ്റെ അകത്തെ നീളം ഒന്നാളെന്ന് നോക്കണം, വീതി ഒന്നാളെന്ന് നോക്കണം. ഒരു നൂല് വല്ലതും ആ ബോഡിയുടെ 2 പൊങ്ങിയിരിക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ അവിടെ വെച്ചിട്ട് ആ നൂല് വെച്ചിട്ട് കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട് ആ മധ്യഭാഗത്ത് വെച്ചിട്ട് അതിൻ്റെ പൊക്കം എത്രയാണെന്ന് രേഖപ്പെടുത്തണം. എന്നിട്ട് അത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈലിലെ കാൽക്കുലേറ്ററിൽ ഒന്ന് ഗുണിച്ച് നോക്കണം. അപ്പോൾ ഒരളവ് കിട്ടും. ചിലപ്പോൾ 136, 138, 140 ഒക്കെ വരും. അപ്പോൾ അത്രയും അടി നിങ്ങൾക്ക് കുറേ സാധനം വന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് സൈറ്റിൽ കോൺക്രീറ്റിന് സാധനം തികയാതായിപ്പോയത്. അപ്പോൾ അങ്ങനെയാണ് ക്യൂബിക് അടി കണ്ടുപിടിക്കുന്നത്. അതുപോലെ തന്നെ നിത്യജീവിതത്തിൽ നിങ്ങൾ കേൾക്കാത്തതും എന്നാൽ നമ്മൾ വസ്തുവിൻ്റെ വില്ലേജ് ഓഫീസിലെ കരം കെട്ടുന്ന രസീതിൽ ഒരു 6 വസ്തുവിനാണ് നമ്മൾ പൈസ കൊടുക്കുന്നത്. ARE എന്ന് പറയുന്ന അളവ്. ആ ഒരു 6 എന്ന് പറയുന്ന അളവ് 100 ചതുരശ്ര മീറ്റർ ചേരുന്നതാണ് ഒരു 6 എന്ന് പറയുന്നത്. അഥവാ അത് 2.47 സെൻറ്റാണ് ഒരു 6 എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെൻറ്റ് എത്ര ചതുരശ്ര മീറ്ററാണ്? 40.47 ചതുരശ്ര മീറ്റർ കൂടുന്നതാണ് ഒരു സെൻറ്റ് സ്ഥലം. അപ്പം 2.47 6 അല്ല, അവിടെ തെറ്റിപ്പോയി. 2.47 സെൻറ്റാണ് ഒരു 6 വസ്തു എന്ന് പറയുന്നത്. തിരിഞ്ഞു പോയി, അത് ഞാൻ ഇതിൽ തന്നെ കറക്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഒരു 6 എന്ന് പറയുന്നത് 100 ചതുരശ്ര മീറ്ററാണ്. ഒരു സെൻറ്റ് എന്ന് പറയുന്നത് 40.47 ചതുരശ്ര മീറ്ററാണ്. അപ്പോൾ അത് നിങ്ങളുടെ വില്ലേജ് ഓഫീസിലെ ഈ നമ്മൾ കരം അടയ്ക്കുന്ന രസീത് എടുത്ത് നോക്കിയാൽ അത് മനസ്സിലാവും. അപ്പോൾ എല്ലാം കൂടി അടുപ്പിച്ചടുപ്പിച്ച് പറയുന്നതുകൊണ്ടാണ് എനിക്ക് തന്നെ പെട്ടെന്നൊരു കൺഫ്യൂഷൻ വന്നത്. പക്ഷേ ഒന്നും കൂടെ ഞാൻ പറയാം. ഒരു 6 എന്ന് പറയുന്നത് 100 ചതുരശ്ര മീറ്റർ സ്ഥലമാണ്. ഒരു സെൻറ്റ് എന്ന് പറയുന്നത് 40.47 ചതുരശ്ര മീറ്റർ സ്ഥലമാണ്. ഒരു 6-ലുള്ളത് 2.47 സെൻറ്റ് സ്ഥലമാണ്. മനസ്സിലായല്ലോ? ഇനി നമ്മുടെ വീടിൻ്റെ ടൈലെടുക്കാൻ നേരത്തെല്ലാം ഈ സ്ക്വയർ ഫീറ്റിലുള്ള അളവാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു ടിപ്പും കൂടെ പറഞ്ഞുതരാം. നമ്മൾ ഈ
ടൈലൊക്കെ ചിലപ്പം ലേബർ കോൺട്രാക്റ്റ് ആയിരിക്കും കൊടുക്കുന്നത്. സാധനം നമ്മൾ കൊടുക്കുന്നു, അവർ വന്ന് പണിയുന്നു, ആ പണിക്കൂലി മാത്രം കൊടുക്കും. അപ്പോൾ ഇവരുടെ കയ്യിലിരിക്കുന്ന അടിക്കണക്കിലുള്ള ടേപ്പ് കൊണ്ട് അളന്നാൽ എപ്പോഴും ഉള്ളതിനെക്കാട്ടിലും കൂടുതൽ അളവായിരിക്കും വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ ടേപ്പിൻ്റെ തന്നെ ആ വശത്ത് മീറ്ററിൽ അളക്കാൻ പറ്റും. ആ മീറ്ററിൽ ഇത്ര മീറ്റർ നീളം, ഇത്ര മീറ്റർ വീതി, അതെടുത്തിട്ട് ആദ്യം അത് ചതുരശ്ര മീറ്ററിലുള്ള അളവ് നോക്കുക. അതേ ഗുണം 10.76 അടിച്ചാൽ നിങ്ങൾക്ക് അത് എത്ര അടിയിലുള്ള കണക്കാണെന്ന് കിട്ടും. ആ അടിയുടെ പൈസ കൊടുത്താൽ നിങ്ങൾക്ക് കുറേ പൈസ ലാഭിക്കാൻ പറ്റും. അപ്പോൾ സ്ക്വയർ ഫീറ്റ് അളവ് നമ്മൾ പറഞ്ഞു, സ്ക്വയർ മീറ്റർ അളവ് പറഞ്ഞു, ഒരു വീടിൻ്റെ വിസ്തീർണം പറയുന്ന കാര്യം പറഞ്ഞു. അതേപോലെ തന്നെ ഒരു ചെറിയ കാര്യം കൂടെ ഈ വീഡിയോയിൽ പറയാം, അല്ലെങ്കിൽ ഒരുപാട് നീളമായി പോയി വീഡിയോ. കാരണം നമുക്ക് ഒരുപാട് തിരക്കുകളുള്ള ആൾക്കാരാണ്, ചെറിയ ചെറിയ വീഡിയോ കേൾക്കുന്ന ആൾക്കാരാണ്, ചെറിയ ചെറിയ വീഡിയോയാണ് ഇഷ്ടം. നമ്മുടെ വീടുകൾക്ക് ലക്ഷറി ടാക്സ് എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. ആഡംബര നികുതി എന്ന് പറയും. അത് എത്ര സ്ക്വയർ ഫീറ്റാണ് വരുന്നത്? 3000 സ്ക്വയർ ഫീറ്റിന് മേലെയുള്ള വീട്ടിലോട്ടാണ് ഈ ആഡംബര നികുതി അയക്കുന്നത്. എന്ന് വെച്ചാൽ 278.7 ചതുരശ്ര മീറ്റർ, 3000 ചതുരശ്ര അടി വരുന്ന വീടുകൾക്കാണ് ലക്ഷറി ടാക്സ്, ആഡംബര നികുതി അടയ്ക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ പരമാവധി വലിയ വീടെടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഇതിനെ താഴെ നിർത്തിയാൽ നിങ്ങൾക്ക് വർഷാവർഷമുള്ള ആഡംബര നികുതി ഒഴിവാക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.